ഉദ്യാനമായി പ്രഖ്യാപിച്ചത്. നീലക്കുറിഞ്ഞി സംരക്ഷണം ഉറപ്പാക്കുന്നതോടൊപ്പം കർഷക ജനതയുടെ ഭൂമിയും കർഷകന് പൂർണ്ണ അവകാശം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് നിലവിൽ സർവേ നടത്തി അതിർത്തി നിർണയം പൂർത്തീകരിക്കുന്നതിലേക്ക് സർക്കാരിനെ നയിച്ചത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഉത്രാടം പുഴ കടക്കാൻ ചാലിയാർ പഞ്ചായത്തിലെ പലകത്തോട് ഗ്രാമവാസികൾ ഇപ്പോഴും ആശ്രയിക്കുന്നത് താൽക്കാലിക നടപ്പാലം തന്നെയാണ്. പാലത്തിനായുള്ള പലകത്തോട് നിവാസികളുടെ കാത്തിരിപ്പിന് 6 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. പാലമില്ലാതായതോടെ പ്രദേശത്തെ നിരവധി കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത്. മഴക്കാലമെത്തിയാൽ പലകത്തോട് ഗ്രാമവാസികൾക്ക് ദുരിത നാളുകളാണ്. ചാലിയാർ, ഊറുങ്ങാട്ടിരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതിന് പലകത്തോട് ഭാഗത്തെ ഉത്രാടംപുഴ പാലം വേണം. എന്നാൽ പാലത്തിനായുള്ള പലകത്തോട് നിവാസികളുടെ കാത്തിരിപ്പിന് 6 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. ഉത്രാടംപുഴയ്ക്ക് കുറുകെ നടപ്പാലം നിർമ്മിക്കാമെന്ന MLA ഉൾപ്പെടെയുള്ളവർ നാട്ടുകാർക്ക് ഉറപ്പു നൽകിയിരുന്നു. നടപ്പാലം നിർമ്മിക്കാൻ 2 കോടി അനുവദിച്ചിട്ടുണ്ടെന്നായിരുന്നു PK ബഷീർ MLA നാട്ടുകാർക്ക് നൽകിയ ഉറപ്പ്. വാഗ്ദാനം നൽകി വർഷങ്ങൾ പിന്നിട്ടിട്ടും പാലം നിർമ്മിക്കാനുള്ള ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. പലത്തോടുകൂടി പോയ 2.5 കിലോമീറ്റർ ഇവിടുന്ന് 6 കിലോമീറ്റർ മിച്ചം പോകണം. മറ്റേ കക്കാടംപൊയിൽ കൂടി 6-7 കിലോമീറ്ററോളം പോകണം. കക്കാടംപൊയിൽ കൂടി MLA 15 കൊല്ലത്തോളായി പാലം തരാമെന്ന്, 14 കൊല്ലം 15 കൊല്ലത്തോളായി പാലം തരാമെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. വെള്ളം ആയിക്കഴിഞ്ഞാൽ 3-4 കിലോമീറ്റർ ചുറ്റി വേണം വീട്ടിലേക്ക്, പള്ളിയിൽ പോകാൻ, സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ. ഇവിടെ 10-30 വീട്ടുകാരുണ്ട്. പിന്നെ അമ്പുമല കോളനി ഉണ്ട്. അവർക്കൊക്കെ പോകാൻ വഴിയാണ് ഉള്ള വഴി. ഉത്രാടംപുഴയ്ക്ക് കുറുകെയുള്ള പാലം യാഥാർത്ഥ്യമായാൽ മലബാറിന്റെ ഊട്ടിയായ വാളംതോട്ടിലേക്ക് എളുപ്പത്തിലെത്താൻ സാധിക്കും. മഴക്കാലത്ത് പുഴയുടെ ഇക്കരയെത്താൻ 4 കിലോമീറ്ററിലധികം ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രമാണ് അധികൃതർ ഇവിടേക്കെത്തുന്നത്. എന്നാൽ പ്രശ്നത്തിന് ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം. ഇടുക്കി ദേവികുളം RD ഓഫീസിന് മന്ത്രി K രാജൻ ISO സർട്ടിഫിക്കറ്റ് കൈമാറി. ജില്ലയിൽ റവന്യൂ വകുപ്പിൽ ആദ്യമായി ISO സർട്ടിഫിക്കറ്റ് നേടിയ ഓഫീസായി ദേവികുളം RDO ഓഫീസ് മാറി.